നാരങ്ങ കിച്ചടി തയ്യാറാക്കുന്നതിലേക്ക് ഞാൻ ഇവിടെ 3 ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ചെറുനാരങ്ങ നമുക്ക് വെള്ളത്തിലിട്ട് വേവിച്ചുകൊണ്ട് വരാം. ഇപ്പോൾ ഈ നാരങ്ങ ഞാൻ ചൂട് വെള്ളത്തിലിട്ട് വാട്ടി വെച്ചിരിക്കുകയാണ്. ഉണ്ടോ? ഇനി ഇത് അരിഞ്ഞെടുക്കാം. അരിയുമ്പോൾ നമ്മൾ 2ആയിട്ട് മുറിക്കണം. മുറിച്ചിട്ട് പിന്നെ അത് 4ആക്കിയിട്ട് ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം. ചെറിയ കഷ്ണങ്ങൾ മതി. എല്ലാം ഇതുപോലെ അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്ത നാരങ്ങ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. 1 സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, കട്ട തൈര് 3/4 കപ്പ്, അതുപോലെ 1/2 കപ്പ് തനി തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാലാണ്. അപ്പോഴിനി എല്ലാം എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ കുഴിയുള്ളൊരു പാത്രം എടുക്കണം. കുഴി കുറഞ്ഞാലും കുഴപ്പമില്ല, ഇതെല്ലാം ഒന്നിട്ട് മിക്സ് ചെയ്യത്തക്ക ഒരു പാത്രം. അപ്പോഴും നമ്മൾ വേവിച്ച് വെച്ച നാരങ്ങയാണ്, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. 1/2 സ്പൂൺ ഉപ്പിട്ട് നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ട് പുരട്ടി ഞെവിടി ഒന്ന് യോജിപ്പിക്കുക. ഈ ഉപ്പ് നല്ലതുപോലെ എല്ലാത്തിലും ഒന്നുപോലെ പിടിച്ചു വരണം. നമുക്ക് ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഇഞ്ചി ഇട്ട് കൊടുക്കാം, അരിഞ്ഞ് വെച്ചിരിക്കുന്ന. വീണ്ടും നമുക്കിത് നല്ലതുപോലെ യോജിപ്പിക്കാം. ഈ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ യോജിപ്പിക്കാം. ഇനി അടുത്തതായി 1 ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടെ ഇടണം. മറ്റേ നമ്മൾ നാരങ്ങയിൽ ഇട്ടതേ ഉള്ളു. ഇട്ട് നല്ലതുപോലെ യോജിപ്പിച്ച് നമ്മൾ ഈ എടുത്തു വച്ചിരിക്കുന്ന കട്ട തൈര് ഒഴിച്ച് നല്ലതുപോലെ യോജിപ്പിക്കാം. എല്ലാം കൂടെ യോജിപ്പിച്ചതിന് ശേഷം ഇങ്ങനെയാണ് കിട്ടുന്നത്. ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കറിവേപ്പിലയും മുളകും ഇട്ട്, കടുവും കറിവേപ്പിലയും മുളകും ഇട്ട് താളിച്ച് ഇതിൻ്റെ പുറത്തൂടെ ഒഴിക്കാം. ഇതുപോലൊരു നാരങ്ങ കിച്ചടി തയ്യാറാക്കി ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ദിവസേന നമുക്കിത് വിളമ്പാവുന്നതാണ്. വിളമ്പുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കോരി, ആവശ്യത്തിന് കോരി അന്നൊന്ന് വെളിയിൽ വെക്കണം. നല്ലൊരു കറിയാണ്. ഇപ്പം ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല അടിപൊളി കറി. ഒരു കറി ഉണ്ടെന്ന് നിൽക്കില്ലല്ലോ. അന്നൊന്നും എല്ലാ കറിയും ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടണ്ട. ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോഴത്തേക്ക് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. എല്ലാത്തിൻ്റെ കൂടെ ഇത് എടുക്കാം. താങ്ക് യു.